പറയുന്ന സമയത്ത് നമുക്കറിയാം ആ പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റി മടങ്ങുന്നു. ആ എല്ലാ പഞ്ചായത്തിലും BJP വളരെ നിർണായകമായ സമയത്ത് ചാത്തന്നൂർ പഞ്ചായത്തിലെ 4 ജനപ്രതിനിധികൾ മുനിസിപ്പാലിറ്റിയിലെ 4 എന്നുള്ളത് 6 പൂതക്കുളത്ത് BJPക്ക് 3 മെമ്പർമാരാണ് ഉണ്ടായിരുന്നത്. അത് നേരെ ഇരട്ടി 6 ചിറക്കര ഗ്രാമപഞ്ചായത്തില് BJPക്ക് 2 ജനപ്രതിനിധികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ 6 അങ്ങനെ നോക്കുന്ന സമയത്ത് വോട്ടിംഗ് പാറ്റേൺ നാളിതുവരെ കിട്ടാത്ത നിലയിലുള്ള വോട്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂർ പ്രദേശത്ത് നടത്തിയിട്ടുള്ളത്. ചാത്തന്നൂർ മാത്രമല്ല, കുണ്ടനെ സംബന്ധിച്ചായാലും കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചായാലും കൊല്ലം ടൗണിനെ സംബന്ധിച്ചായാലും വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റം വോട്ടിംഗിൽ നമുക്ക് വന്നിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ഗുണപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ ഗ്രൗണ്ട് ലെവൽ വർക്ക് BJPയുടെ ഭാഗത്തുനിന്ന് എല്ലാ മേഖലയിലും BJPക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ തന്നെ പാർട്ടിയുടെ ഉടമ്പടിയോട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് എല്ലാ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കുറെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും മാറ്റപ്പെട്ടു. ഓരോ മണ്ഡലത്തിലും ഒരു 10,000-20,000 അതിൽ മാറ്റപ്പെട്ട ആൾക്കാര് അർഹമായ ആൾക്കാരാണെങ്കിൽ അവരെ തിരികെ വോട്ടർ പട്ടികയിൽ കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പൊ നമ്മൾ നടത്തുന്നത്. വോട്ടർ പട്ടികയിൽ ഇടം തേടേണ്ട മുഴുവൻ ആൾക്കാരും ഏതെങ്കിലും കാരണവശാൽ വിട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരുന്നവരെ ഒരു പരിശ്രമം, പുതിയ വോട്ടർമാരെ ചേർക്കുന്ന ഇത് തന്നെയാണ് കഴിഞ്ഞ BJP ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത്. പാർട്ടിയുടെ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള മുഴുവൻ സംവിധാനം ഇനിയുള്ള ദിവസങ്ങൾ അതിന്റെ പ്രവർത്തനത്തിന്റെ പാതയാണ്. അതന്നെയാണ്, അതായത് താഴെത്തട്ടിലെ പ്രവർത്തനം BJPയെ സംബന്ധിച്ചിടത്തോളം അത് ഏകോപിപ്പിക്കുക,